കഴിഞ്ഞു. കലാപരിപാടി കഴിഞ്ഞു. എന്തൊക്കെയാണോ ഇവിടെ, എന്തൊക്കെയാ. ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് കാവല് നിൽക്കുക. നമ്മളെ ഒന്ന് തിരിക്കണ്ട ഇങ്ങോട്ട്. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബella ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ ആദ്യം ഒരു സോറി ചോദിക്കുക. കഴിഞ്ഞ ദിവസം കട്ടാൻ ബനാറസി സിൽക്കിന്റെ ഷോക്കിംഗ് പ്രൈസിലുള്ള സാരീസിന്റെ വീഡിയോ ഇന്ന് വൈകുന്നേരം ഉണ്ടെന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് നമ്മളൊരു റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണിക്കാൻ പറ്റിയില്ല. എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചുപോയി, കിടപ്പായി പോയി ഭയങ്കരമായിട്ട്. ഒരു ഒരു കട്ട്ലറ്റ് കഴിച്ചത് മാത്രം ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ല. വയ്യ, തലവേദന, പനിയും ആകെ മൊത്തം ഒരു വിധം. എണീറ്റ് നിൽക്കാറുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തത്. എണീറ്റ് നിൽക്കാൻ വിറയലായിരുന്നു ഭയങ്കര. അതുകൊണ്ട് വീഡിയോ ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല. ഒത്തിരി പേര് ചോദിച്ചു എവിടെ പോയി വീഡിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ഉടുത്ത ആ സാരിയുടെ ആ ടൈപ്പ് സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇത് ഭയങ്കര ഷോക്കിംഗ് പ്രൈസ് തന്നെയാണ്. ഞാൻ പറയുന്നു, കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പ്രൈസിൽ കട്ടാൻ ബനാറസി സാരി കിട്ടത്തില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിന്റെ ഒറിജിനൽ പ്രൈസും ഡിസ്കൗണ്ടഡ് റേറ്റും ഞാൻ ഇത് പറയാം. ഒറിജിനൽ പ്രൈസ് 3200 ആണ്. പിന്നെ ഞാൻ പറയുകയാണ്, എല്ലാം ഒരുപോലെ അല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ചിലർ പറയും, അയ്യോ ഞാൻ കട്ടാൻ സിൽക്കിന്റെ സാരി അത് വാങ്ങിച്ചു, ഞാൻ അല്ലെങ്കിൽ ഈ മോഡൽ സാരി വാങ്ങിച്ചു, ഇത്രയും റേറ്റേ ഉള്ളൂ. തൊട്ട് നോക്കാതെ പിടിച്ചു നോക്കാതെ അതാണ് ഇതാണെന്ന് പറയരുത്. എല്ലാം ഒന്നല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആപ്പിൾ എല്ലാം ഒരുപോലെയാണ്, അല്ലെങ്കിൽ അരിയെല്ലാം ഒരുപോലെയാണ്, വെളിച്ചെണ്ണയെല്ലാം ഒരുപോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇരിക്കുന്നത് പലതിനും പല ക്വാളിറ്റിയാണ്, പല പ്രൈസാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കട്ടാൻ ബനാറസി സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മോഡലില് പല റേറ്റിൽ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ഇത് പലരും ഇത് കേൾക്കത്തില്ല, സ്കിപ്പ് ചെയ്തു പോകുമെന്ന് എനിക്കറിയാം. എന്നാലും കേൾക്കുന്നവർ കേൾക്കട്ടെ എന്നോർത്ത് ഞാൻ പറയാണ്. ഇത് ഒറിജിനൽ സാരിയുടെ വില 3200. ഇത് നമ്മളിപ്പോൾ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ആദ്യമായിട്ട് 1999 കൊടുക്കുന്നു. ഇതിന്റെ വേറൊരു സാരി, കട്ടാൻ സിൽക്ക് മാത്രമായിട്ടുള്ള സാരി ഞാൻ കാണിച്ചിരുന്നു. അതിന്റെ സെയിം ഡിസൈൻ ആണിത്, പക്ഷെ സ്റ്റഫിൽ വ്യത്യാസമുണ്ട്. ഇത് നോക്കി വാങ്ങിച്ചോളുക. ഇതാണ് ആദ്യത്തെ സാരി. ഇത് പ്യുവർ ആണ്, പ്യുവർ സാരിയാണ്. അപ്പൊ ഇതാണ് സാരി. ഇത് ട്രാൻസ്പെറന്റ് അല്ല, ഇത് പ്യുവർ കട്ടാൻ ബനാറസി ആണ്. ഞാൻ കട്ടാൻ സിൽക്ക് മാത്രമായിട്ടുള്ള സാരി കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഇത് ബനാറസി കൂടെ മിക്സ് ആയിട്ടുള്ള സാരിയാണ്. ഇതാണ് സാരി. ഞാൻ ഉടുത്ത ഒരു ഫോട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അത് ഫോട്ടോ ഉടുത്ത് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും സാധിച്ചില്ലെന്ന് ഞാൻ ഓർത്തതാണ്, അത് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന്. ഉടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇത് കണ്ടോ, നല്ല സാരിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന സാരിയാണ്. ഓവർ തിളക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒബ്വിയസ്ലി ഇത് സിൽക്കാണ്. സിൽക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഗ്ലോയും തിളക്കവും ഒക്കെ ഇതിനുണ്ട്. അതുണ്ട്, പാർട്ടി സാരിയാണ്, അങ്ങനെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഫുൾ വീവിങ് സാരി 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. കട്ടാൻ ബനാറസിന്ന് ഈ സാരി കിട്ടത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എനിക്ക് അത്ര ഷുവറാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇത് മാർജിൻ ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും സ്റ്റോക്കും കൂടെ ഇതിന്റെ ബാലൻസ് ഉണ്ട്. അതും കൂടെ അങ്ങ് തീർത്തേക്കാം എന്നുള്ള ഒറ്റ ഒരു ഇതില് ഓണം പ്രമാണിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഉള്ള ഒരു സംഭവം അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ബ്ലൗസ്. ഞാൻ ഉടുത്ത് നിൽക്കുന്ന സാരി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലൗസ് എങ്ങനെ ഇരിക്കും, സാരി എങ്ങനെ ഇരിക്കും എന്നെല്ലാം. സിൽക്കാണ്. ഇതാണ് മുന്താണി വരുന്നത്. ഇതിപ്പോൾ വന്നിട്ട് ഒരു വൈൻ ഷെയ്ഡാണ്, വൈൻ വിത്ത് പീക്കോക്ക് ബ്ലൂ. ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കളർ ചേഞ്ചസ് കാണിക്കാം. ഇതിപ്പോ ഒരു ബ്ലാക്ക് ആണ്. ഇത് കളറ് ഒത്തിരി ലൈറ്റ് അടിച്ച് ഒത്തിരി ഓവറായിട്ട് ഒരു തിളക്കം ഫീൽ ചെയ്യിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. കട്ടാൻ ബനാറസി ആണ്. അതിൻ്റെതായ വീവിങ്ങും കാര്യങ്ങളും സിൽക്ക് ത്രെഡും എല്ലാം ഉള്ളത് കൊണ്ട് ഒരു ഗ്ലോ ഉണ്ട്, ഒബ്വിയസ്ലി ഒരു ഗ്ലോ ഉണ്ട്. പക്ഷെ നല്ല ഭംഗി. ഉടുത്തപ്പം നല്ല ഒതുക്കുക കേട്ടോ. ഒട്ടും കട്ടി കൂടുതലോ ട്രാൻസ്പെറന്റോ അല്ല. എന്നെ നിങ്ങൾ നോക്ക്, ഈ സാരിക്കകത്ത് ആ സാരി ഉടുത്ത ഞാൻ നിൽക്കുന്നത് നിങ്ങൾ നോക്ക്. ഞാൻ എന്ത് വണ്ണം കുറഞ്ഞാ നിൽക്കുന്നത്, നല്ല ഒതുങ്ങിപ്പോകും ബോഡി. എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. നമ്മളങ്ങനെ ഉടുത്തേണ്ടതാണോന്നും എനിക്കറിയത്തില്ല.
പിന്നെ ഇതിനെല്ലാം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വാങ്ങിക്കാവുന്നവർ വാങ്ങിച്ചു, ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക. ഈ വിലയ്ക്ക് ഒരു കാരണവശാലും കെട്ടാൻ ബനാറസിയുടെ സാരി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. വിദ്യ പിന്നെയും കിടന്ന് പറയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ബ്ലൗസ് ബ്ലാക്കും ചില്ലി റെഡും നല്ല കോമ്പിനേഷൻ അല്ലേ? ശ്വാസം മുട്ടുന്നു. ബ്ലൂ, നേവി ബ്ലൂ, നല്ല പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ. ഞാനാണെങ്കിൽ അന്ന് ആ സാരി ഉടുക്കാനായിട്ട് എടുത്തിട്ടേ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഏത് സാരിയാ ഉടുക്കണ്ടേ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി, ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഒന്ന് ഉടുത്തതാ. ഏതാണ് എടുക്കണ്ടേ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഏറ്റവും അവസാനം പിന്നെ എനിക്ക് ചില്ലി റെഡ് കളർ ഭയങ്കര ഇഷ്ടാട്ടോ. ഇച്ചിരി കളർഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇച്ചിരി കളർഫുൾ ആയിട്ട് പേസ്റ്റൽ കളർ ഇഷ്ടമാണ്, അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടിരിക്കും. ഇതേലുണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ ഡിസൈൻ ഇതാണ്. പല ഡിസൈനിൽ വരുന്നുണ്ട്. ഭയങ്കര തിളക്കത്തിലാണോ കാണുന്നേ? അല്ല, ഓവർ തിളക്കത്തിൽ തോന്നുമോന്ന് എനിക്ക് അതിൽ ഭയങ്കര ഒരു പേടിയുണ്ട്. ഓവർ തിളക്കവേ ഇല്ല കേട്ടോ. തിളക്കമില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഓവർ തിളക്കമില്ലെന്ന് അത് ബ്ലൗസ് നല്ല ഡാർക്ക് നേവി ബ്ലൂവിന്റെ ബ്ലൗസ് വെറും 1999 രൂപയുള്ളൂ. ആ സാരിക്ക് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്, ഒത്തിരി. ഞാൻ ആ കാണിച്ച ഒരൊറ്റ സാരിക്ക് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ആർക്കും സെയിൽ ചെയ്തിട്ടില്ല. എല്ലാവരോടും പ്രൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ നോക്കാമെന്ന് പറഞ്ഞു, ഇന്ന് വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മഞ്ഞയും പച്ചയും ഐശ്വര്യ ദാമു. ഇത് വേറൊരു ഡിസൈൻ ആണേ, മുമ്പേ കാണിച്ചതെന്ന് വേറൊരു ഡിസൈൻ. ബ്ലൗസ് എല്ലാത്തിനും പ്ലെയിൻ ആണ്, അറ്റത്ത് ബോർഡർ വരും. അറ്റത്ത് ബോർഡർ ഒന്ന് കാണിക്കണേ, സാരി മുഴുവൻ അഴിക്കണം. ബോർഡർ ബ്ലൗസിനൊക്കെ നല്ലപോലെ തുണിയുണ്ട്. ഇത് കണ്ടോ, അത് അത്യാവശ്യം കോസ്റ്റ് ഉള്ള 3200 രൂപയേ ഉള്ളൂ. ഓവർ കോസ്റ്റ് ഒന്നും ഇല്ല. ഒരു ട്രസർ സാരിയുടെ വില പോലും ആകുന്നില്ല. ഇപ്പൊ അതും പോയിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ 1999 രൂപയെ റേറ്റ് ഉള്ളൂ. 1200 ഓളം റേറ്റ് ലെസ് ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത്. ഈ സാരി കണ്ടിട്ടാണ് ആരാണ്ട് ചോദിച്ചത് ഭയങ്കര തിളക്കമാണോ? നല്ല തിളക്കമുണ്ട്. ഇത് നമ്മൾ ഫംഗ്ഷൻ സാരി അല്ലേ, തിളക്കമുണ്ട്. ഇത് മൊത്തം വീവിങ് ആണ് ഈ പോയിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്ക്, ഈ ചില്ലി റെഡ് നോക്ക്, എന്നെ രസമാണ് നോക്കി. ചില്ലി റെഡിന്റെ ആ ഒരു ഇത്, ബ്ലാക്കും ചില്ലി റെഡും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. മുന്താണി വരുമ്പോൾ ദേണ്ട ഇങ്ങനെ. മുന്താണി വരുമ്പം ഇങ്ങനെ. ബ്ലൗസ് മുന്താണി ഇങ്ങനെ. നല്ല സാരി ആട്ടോ. ഈ ഡിസൈനിൽ വരുന്ന കളറുകൾ വേറെ ഉണ്ടോ? കണ്ടോ, നല്ല ഒതുങ്ങിയിരിക്കും, ശരീരത്ത് പറ്റിയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് തോന്നില്ല, അത് ഒട്ടും ട്രാൻസ്പെറന്റും അല്ല. കുത്തിക്കൊള്ളലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ ഉൾവശം. നല്ല വീവിങ് എടുത്ത്, അതാ പറഞ്ഞേ, നല്ലപോലെ പണിയെടുത്തേക്കുന്ന സാരിയാണ്. ഈ വിലയ്ക്കൊന്നും ഒരിടത്തും എവിടുന്നും കിട്ടാനൊന്നും പോകുന്നേ ഇല്ല. ഞങ്ങൾക്ക് ഇത് എന്തോരം സെയിൽ നടന്ന സാരിയാണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷൻ വെച്ചപ്പം അറേം സെയിൽ നടന്ന സാരി അത്. ഇത് കണ്ടോ, മസ്റ്റാർഡ് യെല്ലോയും. ഇതിന് എല്ലാത്തിനും ചില്ലി ബോർഡർ ഇല്ലേ, ചില്ലി റെഡ് കളറാണ് ബോർഡർ വന്നിരിക്കുന്നത്. അതിനോടൊന്നും ഒരു എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നി. ഞാൻ ഒരു സാരി എടുത്തു, അത് ബ്ലൗസ് തയ്ച്ചിട്ടു, അതിനാവശ്യമുള്ള ആ സാരി എന്റെ സ്വന്തമാക്കിയല്ലോ. പക്ഷെ ഇപ്പൊ ഇത് കാണുമ്പോ തോന്നുവാ, ഓരോ കളർ കാണുമ്പോ തോന്നും, പക്ഷെ ഇതും കൂടെ വേണമെന്ന്. ഇതൊക്കെ എവിടെ കൊടുക്കാനാണോ അപ്പ? ഇതുണ്ടോ, മുന്താണ് ഇങ്ങനെ. നല്ല സാരി കേട്ടോ, നല്ലൊരു. ഞാനിങ്ങനെ കിടന്ന് ഓരം പറയുമ്പോ നിങ്ങളൊന്നും വേർക്ക്, നിങ്ങളെ കൊണ്ട് ഇടിച്ചു മേടിപ്പിക്കാനൊന്നും അല്ല. ഇങ്ങനത്തെ സാരി ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക. ഇങ്ങനെ ഈ മോഡൽ ടൈപ്പ് സാരി ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക. ബ്ലൗസ് വരുമ്പം പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ കൈക്ക് വരും. ഇനി അടുത്ത ഡിസൈൻ. സാരി എല്ലാം ഒന്ന് തന്നെ, റേറ്റും എല്ലാം ഒന്ന് തന്നെ, ഡിസൈനിൽ മാത്രം വ്യത്യാസം. റസ്റ്റ് ഓറഞ്ച്. ഹായ്, അടിപൊളി. അയ്യോ, ഇതെടുത്താൽ മതിയായിരുന്നു അല്ലേ? ഞാൻ മിണ്ടത്തില്ലേ. റസ്റ്റ് ഓറഞ്ച് വിത്ത് ഗ്രീൻ. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കാണാതിരിക്കുമായിരുന്നു. ആ സാരി അങ്ങോട്ടൊന്ന് മാറ്റിക്കേ.
എനിക്ക് റെസ്റ്റോറൻറ്റ് കളർ ഇപ്പൊ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ട്രെൻഡി ആകുന്നതിനകത്തൊരു കാര്യവും പറയാനുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇതാകട്ടെ, ചില നല്ല കളറുകളാ അല്ലേ. റെസ്റ്റോറൻറ്റ് ഇപ്പൊ ഭയങ്കര ട്രെൻഡി അല്ലേ. ഇതാണ് മുന്താണി. ഞാനിതൊക്കെ കാണുമ്പോഴത്തേനും ഉണ്ടല്ലോ, എൻ്റെ പട്ടുപാവാട കാലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാനൊരു പട്ടുപാവാട ഭ്രാന്തിയായിരുന്നു ചെറിയ പ്രായത്തിൽ. ഭ്രാന്തി എന്നുള്ളെടുത്ത് മാറ്റണം, അതല്ല ഉദ്ദേശിച്ചേ കേട്ടോ. അപ്പൊ പട്ടുപാവാട ഇല്ലെന്നേ ഉള്ളൂ, ഭ്രാന്തുണ്ടെന്ന്. ഉണ്ടല്ലോ, ഉള്ളത് കൊണ്ടാണല്ലോ. ഇതുണ്ടോ, ഉണ്ടോ, ഇതിന് ഇച്ചിരി വീതി കൂടുതലുണ്ട്, ബോർഡറിന് ഇച്ചിരി കൂടെ വീതി കൂടുതലുണ്ട്. ഈ പട്ടുപാവാടയൊക്കെ ഇട്ട് നടന്ന ആ ഒരു അല്ലേ പൂത്തുമ്പിക്കാലം, നല്ലൊരു കാലമല്ലേ. അതൊരു നല്ല കാലം, ഇതും ഒരു നല്ല കാലം അല്ലേ. അന്നൊക്കെ ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ കുറവാ. ഇരിക്കണേലും നിൽക്കണേലും നടക്കണേലും എല്ലാം വീട്ടുകാരോട് ചോദിച്ചിട്ടൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇപ്പൊ കൊച്ചു പെമ്പിള്ളേരൊക്കെ ആയിരിക്കുമ്പോഴേ. ഇപ്പൊ നമുക്ക് അത്രയ്ക്ക് അതില്ല. അപ്പം വേറെ കാര്യങ്ങൾ, വാടാമുല്ലയും പച്ചയും, നല്ല ഡിസൈൻ. ഓവറാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഓവറല്ല, ഇത് ഫങ്ഷൻ സാരിയാണ്, സിൽക്ക് സാരിയാണ്, പ്യുവർ കട്ടാൻ സിൽക്ക്, കട്ടാൻ ബനാറസി. കട്ടാൻ സിൽക്ക് എന്നല്ല, കട്ടാൻ ബനാറസി എന്നാണ് പറയുന്നത്. പ്യുവർ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മേന്മകളും ഗുണങ്ങളും കാണും. പിന്നെ ഒരു കാരണവശാലും അറിയാലോ, കട്ടാൻ സിൽക്ക് സാരിയാണെന്ന്, പ്യുവറും കൂടെ ആകുമ്പോൾ ഒരു കാരണവശാലും സ്വന്തമായിട്ട് വാഷ് ചെയ്യുക. ഇതൊന്നും വാഷ് ചെയ്യണ്ട. ഇത് കൊണ്ടുപോയി ഉണക്കി മീൻസ് തണലത്തിട്ടൊന്ന് കാറ്റ് കൊള്ളിച്ചിട്ട് മടക്കി വെക്കുക, അയൺ ചെയ്ത് മടക്കി വെക്കുക. സ്വന്തമായിട്ട് അയൺ ചെയ്യാൻ അറിയത്തില്ല, ഇതുപോലത്തെ പേപ്പർ ഇല്ലേ, ഈ പേപ്പർ ഇട്ടിട്ട് അയൺ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ബ്ലൗസ് പ്ലെയിന് വന്നിട്ട് ഇങ്ങനത്തെ ബോർഡർ കൈ വരുന്നതാണ് ബ്ലൗസ്. കോൺട്രാസ്റ്റ് വരുന്ന ആ കളറിൽ ഈ ബോർഡർ വരുന്നതാണ് ബ്ലൗസ്. ഞാൻ ഇനി അഥവാ ഏതിൻ്റെങ്കിലും ബ്ലൗസ് കാണിച്ചില്ല എങ്കിൽ, ഈ സാരിയാണ് ഞാൻ ഉടുത്ത സാരി. അല്ല 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 അല്ല, ഇതല്ല, ഈ ഡിസൈൻ അല്ല, ഇത് തന്നെ, ഈ കോമ്പിനേഷൻ ഇത് തന്നെയാണ്. ഞാൻ ഉടുത്ത സാരി എൻ്റെ കൂടി ഇരിപ്പുണ്ട്. കോമ്പിനേഷൻ ഇത് തന്നെയാണ് കേട്ടോ. ഈ ഡിസൈൻ മാത്രം വ്യത്യാസപ്പെട്ട്, ഇത്തരം ഒരു പൂക്കളുടെ ഡിസൈനാണ് ഞാൻ ഉടുത്ത ഒരു വരെയുള്ളത് സാരിയാണ്. അതിന് 2 ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിലൊരെണ്ണം അങ്ങ് എടുത്തത്. എന്നാ രസമാണ്. നല്ല സ്മൂത്താട്ടോ. ഇതുണ്ടോ, കനമൊന്നും ഇല്ല. കണ്ടാൽ തോന്നും ഭയങ്കര വെയിറ്റ് ആണ്, ഹെവിയാണ്. പിന്നെ പലരും ഇവിടെ വന്ന് പരാതിപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ്, ഓൺലൈനിൽ കാണിക്കുന്ന ഒന്നും ഷോപ്പിൽ വരുമ്പോൾ ഇല്ലല്ലോ എന്ന്. അത് സ്വാഭാവികമല്ലേ, ഓൺലൈനിൽ കാണിക്കുന്ന ഷോപ്പിൽ ചിലപ്പോൾ ഓൺലൈനിൽ തീർന്നു പോകൂലേ. ഓൺലൈന് നമുക്ക് 2ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബാലൻസ് വരുന്ന ഷോപ്പിൽ കാണും, അല്ലെങ്കിൽ ഓൺലൈനിൽ വേണ്ടവർ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യുക. ഇതെല്ലാം ഷോപ്പിൽ ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. ഇതാണ് മുന്താണി. ഈ ബ്ലൗസ് വരുമ്പോൾ ഇത് ഈ ഒരു ബ്ലൂ വന്നിട്ട് ഈ ഒരു ബോർഡർ വരും ബ്ലൗസിന്. എപ്പോഴും ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ്, ഭയങ്കര രസം. ഞാൻ ഉടുത്ത സാരിയുടെ സെയിം ആണിത്, പ്രിന്റ് മാത്രം അല്ല, ഡിസൈൻ മാത്രം വ്യത്യാസം. അടുത്തത് വൈൻ വിത്ത് നേവി ബ്ലൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും ഏതെടുക്കണം എന്ന്. ഇല്ലാത്ത ഒരു കളർ എടുക്കാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ കിട്ടുന്ന കളർ എടുക്കാൻ ശ്രമിക്കൂ. ഏതെടുത്താലും നിങ്ങൾക്ക് ലക്കിയ. 2000 രൂപ, 1999 രൂപ, 2000 രൂപ ഒരു സാരിക്ക് വേണ്ടി, ഈ സാരിക്കൊന്നും വേണ്ടി മുടക്കുന്ന ഒരു നഷ്ടമേ അല്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നാളെ സാരി കുറച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് ടോപ്പ്, ബനാറസിയുടെ ടോപ്പ് തയ്ച്ച് നമുക്കുണ്ടല്ലോ, ചുരിദാർ സെറ്റ് തയ്ച്ചിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കൾ കൊച്ചു പെൺകുട്ടികളുണ്ടെങ്കിൽ പട്ടുപാവാട തയ്പ്പിച്ചിടാം. എല്ലാണെങ്കിലും വെറുതെ കളയരുത്, അതേ പറയാനുള്ളൂ. അപ്പൊ മനസ്സിൽ വിചാരിച്ച ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം വിദ്യയെ എന്നല്ലേ മനസ്സിൽ വിചാരിച്ചോ? അറിയാം, എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം. പക്ഷെ ചിലതൊക്കെ നമ്മൾ ഓർപ്പിക്കണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഹായ് 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 ഹായ്, നോക്ക് നല്ല ചില്ലി റെഡ് അല്ലേ. ഈ പിള്ളേരൊക്കെ ആയിരുന്ന കാലത്തെ ഇങ്ങനെ നമ്മൾ കൗതുകത്തോടെ നോക്കിയിരിക്കത്തില്ലേ? ഓർമ്മയില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൗതുകത്തോടെ കൊതിയോടെ ഒക്കെ നോക്കിയിരിക്കത്തില്ലേ? ഞാനിപ്പോ പറയുന്ന പോലെ, ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ പറയുന്ന പോലെ, ഇപ്പം ലുലു മാളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ ബേക്കറി സെക്ഷനിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാമാ സാധനങ്ങൾ. എൻ്റെ അമ്മേ, നമുക്ക് വാങ്ങി എന്ത് വേണേലും കഴിക്കാം, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഭയങ്കര റെസ്ട്രിക്ഷൻസ് അല്ലേ, ഡയറ്റ്, മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ടതല്ലേ.
പ്രായമൊക്കെ കയറുമ്പോഴും ഒന്നും കണ്ണി കാണുന്നെല്ലാം കഴിക്കാൻ പറ്റില്ലല്ലോ. അതേസമയം ചെറുപ്പത്തിൽ എന്തും കഴിക്കാതിരുന്ന പ്രായത്തിൽ നമുക്ക് അതിനുള്ള സാഹചര്യവും ഇല്ലായിരുന്നു. കാരണം അന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ തോന്നുന്നു എല്ലാം ഒന്നും വാങ്ങിച്ചു തരത്തില്ല. പിന്നെ അന്ന് ലുലുമാളും ഇല്ലായിരുന്നു. എന്ത് ചെയ്യല്ലേ. അപ്പം പറ്റുന്ന കാലത്ത് പറ്റുന്നതൊക്കെ കഴിച്ചോളുക. കഴിക്കാൻ പറ്റുന്ന എന്തുകൊണ്ട് വാരി വലിച്ച് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞെന്ന് പറയല്ലോ കേട്ടോ. ഇതാ ടീൽ ബ്ലൂ, അടിപൊളിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡിസൈൻ വന്നേക്കുന്ന ഈ സാരിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡിസൈൻ വന്നേക്കുന്ന ഈ സാരിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിന് ഡിമാൻഡ് ഉള്ളത് ഈ സാരി ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ കളേഴ്സും സ്റ്റോക്കും വന്നത്. മുന്താണി ഇങ്ങനെ വരും. മുന്താണിയുടെ ഭംഗിയെല്ലാം ഒപ്പിയെടുത്തില്ലെങ്കിൽ ക്യാമറ ഇടികൊള്ളു. എൻ്റെ അല്ല, മുന്താണിയുടെ. ടീൽ ബ്ലൂ കേട്ടോ, ടീൽ ബ്ലൂം ചില്ലി റെഡ്. മജോറിറ്റിക്കും ബോർഡർ ചില്ലി റെഡ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊന്ന് കാണിച്ചോ? ഇതൊന്ന് കാണിച്ചല്ലോ. ഇതേ ആ വൈൻ സെയിം അല്ലേ കിട്ടിയത്? ഇത് മുമ്പേ കാണിച്ചതല്ല കേട്ടോ. അത് ഡാർക്കും ഇത് ലൈറ്റുവാ. ഇവിടെ വാടാമുല്ല കളറാ കറക്റ്റ്. അത് വൈനിന്റെ ആദ്യം കാണിച്ച വൈനിന്റെ ഡാർക്കും. നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ സ്ക്രീനിലെ നമ്പർ മാത്രം നോക്കി വെച്ചാൽ മതി. സ്ക്രീനിലെ നമ്പർ അനുസരിച്ച് നമ്മൾ അയക്കത്തുള്ളൂ. അതുകൊണ്ട് സാരി മാറിപ്പോകുന്ന പേടിക്കണ്ട കേട്ടോ. മുന്താണി വേണ്ടേ ഇങ്ങനെ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് സൈഡിൽ ഈ ഒരു ബോർഡർ. ഇതാണ് ബ്ലൗസ്. പ്ലെയിൻ വരുവേ. എന്നിട്ട് കയ്യിൽ ഈ കാണുന്ന ബോർഡർ ഇല്ലേ, കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ വരും. ഇവിടെ നീല ബോർഡർ വരികയില്ല, വൈൻ കളറിന്റെ ബോർഡർ. നല്ല റോയൽ ബ്ലൂ. പുളി കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി കല്യാണങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ഇതിപ്പോ ബ്രൈഡിന് സെക്കൻഡ് സാരി ആയിട്ടോ, അല്ലെങ്കിൽ ബ്രൈഡിന് ഉടുക്കുന്ന സാരി നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ബ്രൈഡ് ഉടുക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇതാന്ന് എല്ലാവരും ഓർക്കും. അങ്ങനത്തെ അല്ല, അത്രയും നല്ല മതിപ്പ് തോന്നിക്കുന്ന സാരിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ വീട്ടിലുള്ളവർക്ക് മുഴുവൻ നമ്മൾ ഡ്രസ്സ് എടുക്കൂലോ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു 3200 രൂപയുടെ സാരി എടുത്തു കൊടുത്തു എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ. ഇത് പക്ഷേ 2999 രൂപ ഇപ്പോൾ ഉള്ളൂ. മുന്താണി ഇത് 1999. ഞാൻ 2900 എന്നല്ല ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത്. അല്ല, 1999 രൂപയേ ഉള്ളൂ. ഇതേ മുന്താണി നോക്ക് എന്നാ രസം. ഇത് വീവ് ചെയ്ത് ഇത്രയും സാരിയെ വീവ് ചെയ്തെടുത്ത സാരിയല്ലേ ഇത്. ഇത് സിൽക്കിനകത്ത് മാത്രം, സിൽക്ക് വിഭാഗത്തിൽ മാത്രം സൂക്ഷിക്കപ്പെടുന്ന സാരികളാണ്, സൂക്ഷിക്കുന്ന സാരികളാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാവുള്ളൂ കേട്ടോ. ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞ പോലെ. ഇതാ അടുത്തത് നല്ല വയലറ്റ് വിത്ത് റാണി പിങ്ക് ബോർഡർ. ഈ ഡിസൈനുള്ള സാരി ആയിരുന്നു മൈ സാരി. റാണി പിങ്ക് കണ്ടോ. ഓരോ ഡിസൈനിലെ ഓരോ സാരി ഇങ്ങനെ ഒരെണ്ണം വെച്ച് ശരീരത്ത് ഇട്ട് കാണിക്കണമല്ലോ. നിങ്ങൾ അടിപൊളിയായിട്ടിരിക്കും. ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല സാരിയാണ്. ഭർത്താക്കന്മാര് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഓർത്തിരുന്ന ഈ സാരിയുടെ വീഡിയോ ആയതുകൊണ്ട് ലേഡീസ് മാത്രമേ കാണത്തുള്ളൂ. അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താക്കന്മാർ കാണുന്നവരുണ്ടെങ്കിൽ ഭാര്യ കാണുന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് വാങ്ങിച്ചു തരാൻ പറയും. വയലറ്റ് വിത്ത് ബ്ലൂ. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ, പറയണ്ടല്ലോ പ്രത്യേകിച്ച്. ബ്ലൗസ് പ്ലെയിന് വിത്ത് ഈ ഒരു ബോർഡർ. ഇതിന്റെ തന്നെ ബ്ലൗസ് ഇട്ടാൽ മതി. നല്ല സിൽക്ക് ബ്ലൗസ് ആണ് ഇതിന് ചേരത്തുള്ളൂ. ഈ സാരിയാണ് നിങ്ങൾ ഫോട്ടോയ്ക്കകത്ത് കണ്ട ഈ സാരിയാണോ? രണ്ടും ഒന്നാ അല്ലേ?
ഒന്നല്ലേ? ഈ സാരിയാണ് മൈ സാരി. ഞാൻ സാരി കൊടുത്തു. ആ സാരിയുടെ ഒന്ന് ക്ലിപ്പിങ്സ് കാണിക്കണം കേട്ടോ. ഇവിടെ അതിനകത്ത് നിങ്ങൾ നോക്ക് എന്ത് ഒതുക്കം ഉണ്ടെന്ന്, അല്ലാതെ വിതിർത്ത് നിൽക്കുന്നുണ്ടോന്ന്. ഫോട്ടോയുടെ ടെക്നിക്കൊന്നും അല്ല. എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ മണ്ണമുള്ളവരെ മുഴുവൻ അങ്ങനെ കാണിച്ചാൽ പോരെ. എന്തി മുന്താണി, എന്ത് ബ്ലൗസേ, ബ്ലൗസിന് കൈ എന്തി, മുന്താണി വന്നിട്ട് മറ്റേ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും, ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. നല്ല രസം കേട്ടോ. ഞാൻ ഇതിന് സാക്ഷ്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഞാനാണ് ഇതിന് സാക്ഷി. ഞാൻ എടുത്തു കൊടുത്തു. ഇത് റാണി പിങ്ക് വിത്ത് ഗ്രീൻ. ഇത് സെയിം ആണ്, സാരിയുടെ കളർ മാത്രമേ മാറുന്നുള്ളൂ, ഡിസൈനും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം സെയിമാണ്. ഇതാ മുന്താണി ഇങ്ങനെ, ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ. കണ്ടോ, പ്ലെയിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡർ വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാരീസേ ഉള്ളൂ. വളരെ കുറച്ചെണ്ണത്തിന് മാത്രം, വളരെ കുറച്ചെണ്ണത്തിന്, ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിനോ, കുറച്ചെണ്ണത്തിനെന്ന് പോലും പറയാൻ പറ്റും, ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് മാത്രം 3-ലധികം പീസസ് ഉണ്ട്. നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നവർ മാക്സിമം വാങ്ങിക്കുന്ന ഞാൻ പറയുള്ളൂ. ഈ സാരി നിങ്ങൾക്ക് ഭയങ്കര വർത്തായിരിക്കും, കണ്ടാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു വെടിക്ക് 2 പക്ഷി അല്ല 3 പക്ഷി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ ആക്കണം, എനിക്ക് അതേ പറയാനുള്ളൂ. ഒരു അഭ്യർത്ഥനയാന്ന് വിചാരിച്ചാൽ മതി. സാരി ആയിട്ട് കുറച്ചു കാലം എടുത്ത് കബോർഡിൽ വെച്ചിട്ട് പിന്നെ അത് ആർക്കും ഇല്ലാതെ പോകാതെ നിങ്ങൾ നല്ല ചുരിദാർ സെറ്റൊക്കെ ഇടുന്നവരാണെങ്കിലും ഫംഗ്ഷൻ വെയർ ആയിട്ട് തയ്ക്ക്, നല്ലപോലെ തയ്ച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. പട്ടുപാവാട തയ്ക്കാൻ പറ്റും. എല്ലാത്തിനും ഏതിനെങ്കിലും യൂസ് ചെയ്യണം. ഇത്രയും കഷ്ടപ്പെട്ട് വീതി ചെയ്തെടുത്തവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അതും കൂടെ ഞാൻ പറയാം. ഞങ്ങൾ ശരിക്കും മാർജിൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ സാരി കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ സാരി മേടിച്ച് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ 1999 രൂപയ്ക്ക് ഈ സാരി എവിടെയും കിട്ടില്ല. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.